LDF രാജാക്കാട് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളുടെ സംയുക്ത പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലെയും സ്ഥാനാർത്ഥികൾ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു. LDF പ്രചാരണം രണ്ടാം ഘട്ടം പൂർത്തീകരിച്ചതിനു ശേഷമാണ് രാജാക്കാട് പഞ്ചായത്തിലെ 14 വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ ഒരുമിച്ചെത്തി സംയുക്ത പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചത്. വാർഡുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കൊപ്പം ജില്ലാ പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ശങ്കർ കുമാർജി, ബ്ലോക്ക് പഞ്ചായത്ത് NRCT ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന P രാജാറാം, രാജാക്കാട് ഡിവിഷനിൽ മത്സരിക്കുന്ന വിപിൻ C അഗസ്റ്റിൻ എന്നിവരും സംയുക്ത പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു. ഇത്തവണ ഇടതുപക്ഷം ഒറ്റക്കെട്ടായി തികഞ്ഞ വിജയപ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് സ്ഥാനാർത്ഥികളും വ്യക്തമാക്കി. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ പദ്ധതികളും വികസന പദ്ധതികളും ജനങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കുകയും ജനങ്ങൾക്കത് കൃത്യമായി പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ അത് നടപ്പാക്കുകയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജനപിന്തുണയുണ്ട്. രാജാക്കാട്, രാജകുമാരി പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും ഇടതുപക്ഷത്തിന് അനുകൂലമായി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുകൂലമായി ജനങ്ങൾ വിധിയെഴുതുമെന്ന നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. രാജാക്കാട് ടൗണിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും കയറിയാണ് LDF സ്ഥാനാർത്ഥികൾ സംയുക്ത പ്രചാരണ പരിപാടിയുടെ ഭാഗമായി വോട്ട് അഭ്യർത്ഥിച്ചത്. സ്ഥാനാർത്ഥികൾക്കൊപ്പം LDF നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്.